Hello students, today we'll be dealing with our essay Man-Made Disasters. So first of all, let's look into the term. What do you mean by man-made disaster? So here in your text, man-made disaster is also denoted by another term, anthropogenic disaster too. So a man-made disaster or anthropogenic disaster is a man-made event which causes sudden or progressive damage to society. So here നമുക്കറിയാം ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഏതൊരു ഡിസാസ്റ്ററിൻ്റെയും റിസൾട്ട് തീർച്ചയായിട്ടും ഡാമേജ് ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിൻ്റെയും ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു സഡൻ ഡാമേജ് തന്നെയാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. എ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഓർ ആന്ത്രോപോജനിക് ഡിസാസ്റ്റർ is a man-made event which causes sudden or progressive damage to society. It is an emergency situation of which the principal direct causes are identifiable human actions, deliberate or otherwise. അപ്പോൾ നമുക്ക് ഒരു man-made ഡിസാസ്റ്ററിൽ നമുക്ക് അത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ട് man-made ഡിസാസ്റ്റേഴ്സ് നടക്കും. അതായത് മനുഷ്യരുടെ ഒരു മനുഷ്യർ സ്വയം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഡിസാസ്റ്റേഴ്സ് കാണും. അതുപോലെ തന്നെ മനുഷ്യൻ അറിയാതെ തന്നെ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാം. ഇവിടെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പോലെയല്ല, മനുഷ്യൻ അറിഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ അറിയാതെയും അങ്ങനത്തെ ഡിസാസ്റ്റേഴ്സ് സംഭവിക്കാറുണ്ട്. So let's look into the next paragraph. In case of man-made disaster, predictability is not possible. നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് എപ്പം അത് നടക്കുമെന്ന് ഡെലിബറേറ്റ് അല്ല എങ്കിലും നമുക്ക് തീർച്ചയായിട്ടും അത് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ പോലെ തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ജനറലി മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഒക്കേഴ്സ് ഡ്യൂ ടു നെഗ്ലിജൻസ് ഓർ ഇറോണിയസ്നെസ്. അപ്പം ജനറലി സ്പീക്കിംഗ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് നമ്മൾ ഒരു അലംഭാവം, ഒരു നെഗ്ലിജൻസ് വഴി അല്ലെങ്കിൽ ഇറോണിയസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം ആയിട്ടോ അല്ലാതെയോ ചെയ്യുന്ന തെറ്റുകൾ വഴിയിട്ട് സംഭവിക്കാം. ലാക്ക് ഓഫ് പ്രോപ്പർ കെമിക്കൽസ് ആൻഡ് ടോക്സിക്സ്, ലാക്ക് ഓഫ് പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് ഡിവൈസസ് ഇൻ ഇൻഡസ്ട്രീസ് റിസൾട്ട് ഇൻ സ്പില്ലേജ് ഓഫ് കെമിക്കൽസ് ആൻഡ് ടോക്സിക് സബ്സ്റ്റൻസ്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് അത് ഇൻഡസ്ട്രീസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതുവഴി ടോക്സിക് സബ്സ്റ്റൻസിൻ്റെയൊക്കെ ഒരു സ്പില്ലേജ് അതുപോലെ തന്നെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആർ നോട്ട് സ്ട്രിക്ട്ലി ഫോളോഡ് ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ലീക്കേജ് ഓഫ് പോയ്സൺ സബ്സ്റ്റാൻസസ് ആൻഡ് ഗ്യാസസ്. അപ്പോൾ നമുക്കൊരു ഇൻഡസ്ട്രിയിൽ നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതുവഴിയും നമുക്ക് കെമിക്കൽസിൻ്റെ ലീക്കേജോ ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ ലീക്കേജോ ഒക്കെ സംഭവിക്കാനായിട്ടുള്ള ഇടയുണ്ട്. Man-made disasters can also occur due to deliberate and carefully planned activities like spreading hatred among people or subverting existing political order by initiating people into anti-governmental activities. അതായത് മനഃപൂർവ്വമായിട്ട് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ മനുഷ്യൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ പ്ലാൻ ചെയ്യുന്നത് അത് ചിലവരത് ചെയ്യുന്നത് മനുഷ്യർക്കിടയിൽ ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യാനാവാം, അല്ലെങ്കിൽ നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഉള്ള ഒരു പൊളിറ്റിക്കൽ ഓർഡർ ഉണ്ടല്ലോ അതിനെ തകിടം മറിക്കാൻ വേണ്ടിയിട്ടാവാം, or by initiating people into anti-governmental activities. Man-made disasters are on the rise as hazardous industries grow fast. അപ്പോൾ ഇന്ന് ഹസാഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള, അപ്പം ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഇന്ന് കൂടിക്കൂടി വരുവാണ്. കാരണം ടെക്നോളജി നമ്മളുടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ദി അവയർനെസ് അബൌട്ട് ദി ലൊക്കേഷൻ ഓഫ് എ പോസിബിൾ ത്രെറ്റ് ഇൻ ദ നെയ്ബർഹുഡ് ഇസ് മിനിമം. അപ്പോൾ ആളുകൾക്കാണെങ്കിൽ തന്നെയും ഒരു പ്രോപ്പറായിട്ടുള്ള ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ സംഭവിക്കാൻ ഇടയുണ്ടെന്നുള്ള ഒരു അവയർനെസ് കൂടുതലായിട്ടും നമ്മൾ ഇൻഡസ്ട്രീസിനടുത്ത് താമസിക്കുന്ന ആളുകൾക്കിടയിൽ കാണാറില്ല. അതായത് ഇപ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യുമ്പോൾ ആ ഇൻഡസ്ട്രി നിർമ്മിക്കുന്ന സ്ഥലം അതിന് ഒരുപാട് ഏരിയ വേണം. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് അടുത്തായിട്ട് വീടുകളൊന്നും പാടില്ല എന്നുണ്ട്. അപ്പോൾ യൂഷ്വലി ലോക്കൽ പീപ്പിൾ ദേ ആർ അൺഅവെയർ ഓഫ് ഇറ്റ്. അവർക്ക് അതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് കാണില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഇല്ല എക്വിപ്ഡാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെപ്പറ്റി അവർക്കൊരു അവയർനെസ് ഉണ്ടാവില്ല.
ആൻഡ് ദേ ആർ നോട്ട് ട്രെയിൻ ടു ഡീൽ വിത്ത് സച്ച് ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ അത് കൂടുതലായിട്ടുള്ള ഡാമേജിലേക്ക് വഴി വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേ ആർ നോട്ട് ഈവൻ അവെയർ ദാറ്റ് ദ സോയിൽ ആൻഡ് വാട്ടർ ആർ ഗെറ്റിംഗ് പൊല്യൂട്ടഡ്. അപ്പോൾ ആളുകൾക്ക് അറിയില്ല അവരുടെ സോയിലും വാട്ടറും പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നൊരു അവയർനെസ്സും അവർക്ക് കാണില്ല. ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു ദ ഡാമേജ്. അപ്പോൾ അതുവഴി നാശനഷ്ടങ്ങൾ ഒരുപാട് സംഭവിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇസ് അപ് ടു ദ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് അമംഗ് കോമൺ പീപ്പിൾ. അപ്പോൾ നമുക്ക് കോമൺ പീപ്പിളിൻ്റെ ഇടയ്ക്ക് കുട്ടികൾക്ക് അതിന് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിലൂടെ നമ്മളുടെ ലോകത്ത് നടക്കുന്ന ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് അത് നമുക്ക് ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇറ്റ്സ് അപ് ടു ദ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി. അപ്പോൾ ആളുകൾ അവെയർ അല്ല എന്നുണ്ടെങ്കിൽ അവരെ അവെയർ ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിക്ക് വലിയൊരു പങ്ക് വഹിക്കാനായിട്ട് സാധിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. And it is humanly impossible to control natural disaster, but it's possible to completely avoid man-made disaster. Man-made disaster നമുക്ക് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതായത് മനുഷ്യരുണ്ടാക്കുന്നതാണ് man-made disasters എന്ന് പറയുന്നത്. അതേസമയം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമുക്കറിയില്ല എപ്പോൾ വരുമെന്നുള്ളത്, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ man-made disasters തീർച്ചയായിട്ടും മനുഷ്യൻ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സംഗതിയാണ്. And moving on to the next paragraph, the Bhopal disaster is the best example of man-made disaster. അപ്പോൾ നമ്മൾ man-made disasters-നെ പറ്റിയിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ഒരു ചിന്തയെന്ന് പറയുന്നത് യൂഷ്വലി ഐ ഹോപ്പ് യു ഹവ് ഓൾ ഹേർഡ് അബൌട്ട് ദി ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അപ്പോൾ ഭോപ്പാലിൽ നടന്ന ഗ്യാസ് ട്രാജഡി, അതായത് മീഥൈൽ ഐസോസയനേറ്റ് എന്ന് പറയുന്ന ഗ്യാസിൻ്റെ ലീക്കേജ് മൂലം ഒരുപാട് ആളുകൾ മരിക്കുകയും അതുപോലെ ഒരുപാട് റേഡിയേഷൻ എഫക്ട്സ് ഉണ്ടാകുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഭോപ്പാൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മളുടെ ഈ ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് ആ ഒരു ഡിസാസ്റ്ററിനെ പറ്റി തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വൈഡായിട്ടുള്ള ഒരു നല്ല വിവരണം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. The Bhopal disaster is the best example of man-made disaster. It happened at the Union Carbide subsidiary pesticide plant in the city of Bhopal, India. On the night of 2nd December 1984, the plant released approximately 40 tons of toxic methyl isocyanate gas, exposing more than 5 lakh people to toxic gases. The following extract, taken from the newsletter of International Campaign for Justice in Bhopal, gives a clear picture of what happened at that night. അപ്പം ഒരു മിഡ് നൈറ്റിലാണ് ഈ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്നത്. അപ്പോൾ അന്ന് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഈ ഒരു ക്ലിയർ വ്യൂ, അതായത് ഇൻ്റർനാഷണൽ ക്യാമ്പയിൻ ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് ലെറ്ററിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു എക്സ്ട്രാക്റ്റാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ തന്നെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയെ പറ്റിയുള്ള ഒരു ക്ലിയർ പിക്ചർ തന്നെ ഇവിടെ പറയുന്നുണ്ട്. Let's go to that. Those who lived are the unlucky ones. The lucky ones are those who died on that night. അതായത് ഒരു സർവൈവറിൻ്റെ വാക്കുകളാണ് ആദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് those who lived are the unlucky ones. അത് ജീവിച്ചവർ അല്ലെങ്കിൽ ആ ഒരു ഡിസാസ്റ്ററിനെ മറികടന്നവർ അൺലക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ആ ഒരു ഡിസാസ്റ്ററിൽ മരിച്ചു പോയവരെ ലക്കി എന്നാണ് ആ ഡിസാസ്റ്ററിനെ സർവൈവ് ചെയ്ത ഒരു സർവൈവറിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ആ ഡിസാസ്റ്റർ ഉണ്ടാക്കിയ ആ ഒരു ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് നാൾ അതിൻ്റെ ഇമ്പാക്റ്റ് നിന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. Rashida B, who lost 5 gas exposed family members to cancer, says these words. Rashida B എന്ന് പറയുന്ന സർവൈവറിൻ്റെ വാക്കുകളാണ്. അവരുടെ ഏകദേശം ഫാമിലി മെമ്പേഴ്സ് 5 പേരെ അവർക്ക് ഈ ഒരു ഗ്യാസ് ട്രാജഡി മൂലം ഉണ്ടായിട്ടുള്ള ക്യാൻസർ ഡിസീസ് മൂലം അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും റേഡിയേഷൻ എഫക്ട്സ് വരുമ്പോഴത്തേക്ക് മനുഷ്യരെ അത് ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്.
അടുത്തത് നിങ്ങൾക്ക് ആ ഒരു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയെ പറ്റിയൊരു ന്യൂസ് ലെറ്ററിൽ നിന്നെടുത്ത ഒരു എക്സ്ട്രാക്റ്റാണ്. അപ്പോൾ അതിൽ വിശദമായിട്ട് എല്ലാം പറയുന്നുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ആ ഒരു മിഡ് നൈറ്റ് ടൈമിലാണ് അത് നടക്കുന്നത്. ഞാൻ ജസ്റ്റ് അതൊന്ന് പറയാം. അവിടെ പെട്ടെന്ന് എല്ലാവരും ഇപ്പം മിഡ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉറക്കത്തിൽ ഇരിക്കുന്ന ഉള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സമയത്ത് ആരും ഒന്നും തന്നെ അറിയുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് പെട്ടെന്ന് ഈ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യം അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അത് ഉണ്ടായി വന്നത് അതിനെ പറഞ്ഞിരിക്കുകയാണ്. പിന്നീട് ഇവിടെ നിങ്ങൾക്ക് പേജ് നമ്പർ 121 പറയുന്നു നോക്കിയേ. അസീസ സുൽത്താൻ, a survivor, remembers at about 12:30 I woke to the sound of my baby coughing badly. In the half light I saw that the room was filled with a white cloud. അതായത് ആ ഒരു രാത്രിയിൽ ആ സർവൈവറിൻ്റെ വാക്കുകളാണ്. അവരുടെ കുട്ടി അത് കഫ് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ടാണ് അവർ എഴുന്നേൽക്കുന്നത്. അപ്പോൾ അവരെന്താ കാണാൻ സാധിക്കുന്നത്? അവരുടെ റൂം ഫുള്ളൊരു വൈറ്റ് ക്ലൗഡ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഐ ഹാർഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഷൗട്ടിങ്. ആളുകളൊക്കെ കരയുന്നത് കേൾക്കാനായിട്ട് സാധിക്കും. ദേ വർ ഷൗട്ടിങ് റൺ റൺ. And then I started coughing. Each breath felt as if I was breathing in fire. My eyes were burning. ഇപ്പം മെഥൈൽ ഐസോസയനൈറ്റ് എന്ന് പറയുന്ന ഗ്യാസ് തീർച്ചയായിട്ടും നമുക്കൊരു ബേണിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഗ്യാസാണ്. അപ്പോൾ അത് നമ്മളിപ്പം അങ്ങനെയുള്ള ഒരു കെമിക്കൽ നമ്മളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഭയങ്കര ഭീകരമാണ്. അതുപോലെ തന്നെ അതൊരു സർവൈവറിൻ്റെ വാക്കുകളാണ്. അടുത്ത പാരഗ്രാഫിൽ അനദർ സർവൈവർ, Chambadevi Shukla, remembers, it felt like somebody had filled our bodies up with red chilies. Tears coming out of eyes and noses were watering. We had fourth in our mouths. അപ്പം അവരുടെ കണ്ണുകളിൽ ടീയേഴ്സ് കൊണ്ട് നിറഞ്ഞു. അതുപോലെ തന്നെ നോസസ് വർ വാട്ടറിങ്. അത് ഭയങ്കര ഒരു ഇൽ ഫീലിംഗ് ആയിരുന്നു അവർക്കപ്പം ഉണ്ടായത്. The coughing was so bad that people were writhing in pain. Writhing mean twisting. അവർ സ്വയം ഞെരിഞ്ഞമരുന്ന ഒരു സാഹചര്യം വേദനയിൽ. അപ്പോൾ അതുമൂലം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആളുകളൊക്കെ അവരുടെ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഓടുകയാണ്. അപ്പോൾ എല്ലാവരും അവരുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ ഒരാൾ മറ്റൊരാളുടെ മുകളിലേക്ക് ട്രാമ്പിൾ ചെയ്ത് വീഴുവാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ ആ ഒരു സമയത്ത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. സ്പെഷ്യലി ഇറ്റ് ഈസ് മിഡ് നൈറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇറങ്ങി അവരുടെ വീടുകളിൽ നിന്ന് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന ഒരു സാഹചര്യം. അപ്പോൾ നമുക്കത് പിക്ചറൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഇൻ ദോസ് അപ്പോക്കാലിപ്റ്റിക് മൊമെൻറ്റ്സ് നോ വൺ ന്യൂ വാട്ട് വാസ് ഹാപ്പനിങ്. ആർക്കും ഒന്നും അറിയാനായിട്ട് ഒരു സാഹചര്യമല്ല. Choking with violent convulsions, many Bhopal residents drowned in their own body fluids. അവരുടെ തന്നെ ബോഡി ഫ്ലൂയിഡ്സിൽ അവർ സോക്ഡ് ആവുന്ന ഒരു സാഹചര്യം. അപ്പോൾ നമുക്കറിയാം എത്രമാത്രം അതൊരു വയലൻറ്റ് സിറ്റുവേഷൻ ആണെന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. Many were crushed in the stampedes through narrow gullies where street lamps burned a dim brown through cloud of gas. The poison cloud was so dense and searing that people were reduced to near blindness. അപ്പോൾ ആളുകൾക്ക് സ്പെഷ്യലി കണ്ണ് പോലും കാണാൻ സാധിക്കുന്നില്ല. കാരണം അതൊരു ബേണിംഗ് സെൻസേഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആസ് എ ഗ്യാസ് ഫോർ ബ്രെത്ത് ഇറ്റ്സ് ഇഫക്ട്സ് ഗ്രൂ ഈവൻ മോർ സഫോക്കേറ്റിംഗ്. അതായത് ശ്വാസം എടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവർ ശ്വസിക്കുന്നത് ഈ ഒരു ഗ്യാസാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഗ്യാസ് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് വീണ്ടും അവരെ അസ്വസ്ഥമാക്കുന്ന ഒരു സാഹചര്യം. The gases burned the tissues of their eyes. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അവരുടെ കണ്ണിലെ ടിഷ്യൂസിനെയും ലങ്സിലെ ടിഷ്യൂസിനെയും ഒക്കെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം. പീപ്പിൾ ലോസ്റ്റ് കൺട്രോൾ ഓഫ് ദെയർ ബോഡി. നമ്മളെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തുമ്പോൾ അത് എത്രമാത്രം കഷ്ടമായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം എത്തുന്നു. ആൻഡ് ആസ് എ റൺ pregnant women spontaneously miscarried. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ കാണും, അവർ ഓടുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ വയറ്റിലുള്ള കുട്ടികൾ അത് മിസ്കാരേജ് സംഭവിക്കുവാണ്. അപ്പോൾ കുട്ടികൾ പോലും മരണപ്പെട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം. അപ്പം
അങ്ങനെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ഈ ഒരു ന്യൂസ് ലെറ്ററിൽ നിന്നും നിങ്ങൾ അത് വായിച്ച് നോക്കുക. ക്ലിയർ ആയിട്ട് നമുക്കത് ഒരു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയെ പറ്റി ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ക്ലിയർ ഇൻഫർമേഷൻ അതിൽ നിന്നും കിട്ടും. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഇൻ ടു ദി ഇമ്മെഷറബിൾ ഡിവാസ്റ്റേഷൻ. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഇമ്മെഷറബിൾ നമുക്ക് മെഷർ ചെയ്യാൻ അളക്കാൻ സാധിക്കാത്ത ഒരു ഡിവാസ്റ്റേഷനാണ്, ഒരു നാശമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. More than 500,000 people were exposed to Union Carbide's poisonous gases. When dawn broke over the city, thousands of bodies lay in heaps in the streets. Even far from the factory near the lake, the ground was so thick with dead that you could not avoid treading on them. അതായത് രാവിലെ ആയപ്പോഴത്തേക്കും അവരുടെ റോഡ്സ് ഒരു സിറ്റി ഫുള്ള് ഡെഡ് ബോഡീസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ദി ആർമി ഡംപ്ഡ് ഹൺഡ്രഡ്സ് ഓഫ് ബോഡീസ് ഇൻ ദ സറൗണ്ടിങ് ഫോറസ്റ്റ്. അപ്പോൾ അടുത്തുള്ള ഫോറസ്റ്റ് ഏരിയസ് ആയിരക്കണക്കിന് ഡെഡ് ബോഡീസ്, ആളുകൾ ഇങ്ങനെ മരിച്ചു കിടക്കുവാണ് റോഡിൽ. അപ്പോൾ ആർമീസ് എന്ത് ചെയ്തു, അവർ ഡെഡ് ബോഡീസ്, അവരുടെ കോപ്സസ് അത് എവിടെയെങ്കിലും ഡംപ് ചെയ്യണ്ടേ, അത് ഫോറസ്റ്റ് ഏരിയാസിലും അതുപോലെ തന്നെ ലേക്സിലേക്ക് ഡംപ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അതായത് ബെറ്റ്വ റിവർ എന്ന് പറയുന്ന ആ ഒരു റിവർ, അവിടേക്ക് ഈ കോപ്സസ്, ഡെഡ് ബോഡീസൊക്കെ അവർ ഡംപ് ചെയ്തു എന്നാണ് പറയുന്നത്. ആൻഡ് ആ ഒരു സാഹചര്യത്തിൽ ഫാമിലീസ് ഇൻ എൻറ്റയർ കമ്മ്യൂണിറ്റീസ് വർ വൈപ്ഡ് ഔട്ട്. അതായത് ഫാമിലീസും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീസും, അതായത് എല്ലാവരും ഇല്ലാതായ ഒരു സാഹചര്യം. ലിവിങ് നോ വൺ ടു ഐഡൻറ്റിഫൈ ദം, അതായത് ആർക്കും ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം. അക്കോർഡിംഗ് ടു റാഷിദ ബി, ഹു സർവൈവ് ദ ഡിസാസ്റ്റർ ബട്ട് ഇവൻച്വലി ലോസ്റ്റ് 5 members ടു ക്യാൻസർ, ദോസ് ഹു എസ്കേപ്ഡ് വിത്ത് ദെയർ ലൈഫ്സ് ആർ ദി ലക്കി വൺസ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ജീവിച്ചിരുന്നവർ അൺലക്കിയാണ്, പക്ഷേ ആ ഡിസാസ്റ്ററിൽ അന്നേരം തന്നെ മരിച്ചു പോയവരെ ലക്കിയായിട്ടാണ് ആ ഡിസാസ്റ്ററിൻ്റെ സർവൈവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഒരു മാൻമേഡ് ഡിസാസ്റ്ററിൻ്റെ ഒരു മേജർ എക്സാമ്പിളാണ് ഈ ട്രാജഡി എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രാജഡിയുടെ അതിൽ എൻക്വയറി വന്നു. അപ്പോൾ 2 എൻക്വയറീസ് അതിൽ കണ്ടക്ട് ചെയ്യപ്പെട്ടു. ആൻഡ് 1 by the Government of India and 1 by the Union Carbide and Carbon Corporation, UCC. Both studies showed that a large volume of water had been introduced to the MIC. ആ ഒരു MIC ടാങ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടേക്ക് ആ വാട്ടറിൻ്റെ വോളിയം കൂടിയതാണ് ഈ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകാനായിട്ടുള്ള കാരണം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ബോത്ത് സ്റ്റഡീസ്, അതായത് ആ 2 എൻക്വയറീസ് വന്നു, രണ്ടും അതിനെപ്പറ്റി പഠിച്ചു. അതിൽ നിന്നും കിട്ടിയൊരു റിസൾട്ട് എന്ന് പറയുന്നത് a large volume of water had been introduced into the MIC tank. ആ ഒരു ടാങ്കിലേക്ക് ഒരുപാട് വോളിയം ഓഫ് വാട്ടർ ഇൻട്രൊഡ്യൂസ് ആയി. ദിസ് കോസ്ഡ് എ കെമിക്കൽ റിയാക്ഷൻ ദറ്റ് ഫോഴ്സ് എ പ്രഷർ റിലീസ് വാൽവ് ടു ഓപ്പൺ ആൻഡ് അലൗ ദി ഗ്യാസ് ടു ലീക്ക് ഔട്ട്. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു ഹൈ പ്രഷർ ഉണ്ടായിട്ടുണ്ട്, അതുവഴി അത് വാൽവിൽ നിന്നും പുറത്തേക്ക് ഗ്യാസ് ലീക്ക് ഔട്ട് ആയി എന്നാണ് പറയുന്നത്. സ്പില്ലേജ് ആൻഡ് ലീക്കേജ് ക്യാൻ ഓക്കർ ഇൻ ആ ലബോറട്ടറീസ് ടു. അപ്പോൾ നമ്മളെ ഇത് പഠിപ്പിക്കുന്നത് ഗ്യാസ് ട്രാജഡി നമ്മളുടെ രാജ്യത്ത് നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കണം. അതിനെ അതുപോലൊരു ഡിസാസ്റ്റേഴ്സിനെ നമ്മൾ ഇനിയും അവോയ്ഡ് ചെയ്യാനായിട്ട് കുട്ടികളായിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എല്ലാവർക്കും അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് എന്ത് ചെയ്യാൻ സാധിക്കും, അത് നമുക്കൊരു അവയർനെസ് കൂടിയാണിത് നൽകുന്നത്. പിന്നെ ലബോറട്ടറി സേഫ്റ്റി മാനുവൽ, അതായത് ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് സ്പില്ലേജ് ആൻഡ് ലീക്ക് ക്യാൻ ഒക്കെ ഇൻ എ ലബോറട്ടറീസ്. ഇപ്പോൾ നമ്മുടെ കോളേജ് ലാബ്സ് കാണും, സ്കൂൾ ലാബ്സ് കാണും, അവിടെയും ഇങ്ങനെയുള്ള സ്പില്ലേജും ലീക്സും ഒക്കെ സംഭവിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. The following laboratory safety manual by Dr. R. Prakash Chandran. ഇനി നിങ്ങൾക്കൊരു ലബോറട്ടറി സേഫ്റ്റി മാനുവലാണ് അടുത്തതായിട്ട് തന്നിരിക്കുന്നത്. അവിടെ ഡോക്ടർ ആർ പ്രകാശ് ചന്ദ്രൻ്റെയാണ് ഈ സേഫ്റ്റി മാനുവൽ. അവിടെ കുറേ പോയിൻറ്റ്സ്, എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നമുക്കൊരു സ്പില്ലേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാനായിട്ട് സാധിക്കും, അതിനെ അവോയ്ഡ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പോയിന്റ് വൈസ് ആയിട്ട് ഇനി അടുത്ത പേജിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. Chemical spilling in college laboratories is quite common, and there are
precaution, preparedness and cleanup. Precaution, preparedness, cleanup. PPC. These are the 3 ways to manage chemical spilling. നമുക്ക് അങ്ങനെ ഒരു കെമിക്കൽ സ്പില്ലിംഗ് നടന്നു കഴിഞ്ഞാൽ അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ റെമഡി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും. While planning laboratory work and preparing for potential problems, determine the hazard class of all chemicals to be used. നമ്മൾ അങ്ങനെ ഒരു ലബോറട്ടറിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഡീൽ ചെയ്യുന്നത് ഒരു കെമിക്കൽ ലബോറട്ടറിയിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽസ് തന്നെയായിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഹസാർഡസ് കെമിക്കൽസ് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടൊരു അവയർനെസ് കാണണം. അതുപോലെ ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഓഫ് മോസ്റ്റ് കൺസേൺ വെൻ പ്രിപ്പയറിംഗ് ഫോർ പോസിബിൾ കെമിക്കൽ സ്പിൽസ് ഇൻക്ലൂഡ്, അതായത് നമുക്ക് ഉള്ള ഒരു പോസിബിലിറ്റീസ് കെമിക്കൽ ആയിട്ടുള്ള ഡിസാസ്റ്റർ പോസിബിലിറ്റീസ് ഒന്ന് ഫ്ലെയിമബിലിറ്റിയാണ്, അതായത് തീപിടുത്തം നടക്കാം. അതുപോലെ റിയാക്ടിവിറ്റി ടു എയർ ഓഫ് വാട്ടർ, അതായത് ഈ കെമിക്കൽസിന് എയറിൽ അല്ലെങ്കിൽ വാട്ടറിൽ അതിന് റിയാക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മളുടെ ഈ മീഥൈൽ ഐസോസയനൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഗ്യാസ് അത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ അത് വാട്ടറുമായിട്ട് റിയാക്റ്റീവാണ്. അപ്പോൾ അങ്ങനെ ഒരു വാട്ടർ വോളിയം കൂടിയപ്പോഴാണ് അങ്ങനെ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളത് ഡീൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. റിയാക്ടിവിറ്റി ടു ദ എയർ വാട്ടർ, അതുപോലെ തന്നെ കൊറോഷൻ വിയറിങ് അവേ എന്ന് പറയുന്നത് നാശമായി പോകാനുള്ളൊരു സാഹചര്യം. ആൻഡ് ടോക്സിസിറ്റി, പോയ്സൺ. ടു പ്രിപ്പയർ ഫോർ സ്പിൽസ് യു ഷുഡ്, അപ്പോൾ അങ്ങനെയുള്ള സ്പിൽസ് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അതിന് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ലേൺ അബൌട്ട് ദി ഹസാർഡ്സ് ഓഫ് ദി കെമിക്കൽസ് ഇൻ യുവർ ലബോറട്ടറി. എന്തൊക്കെ കെമിക്കൽസ് ഉണ്ട്, അതിനെന്തൊക്കെ ഹസാർഡസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അതുപോലെ തന്നെ റൈറ്റ് റെസ്പോണ്ട് പ്രൊസീജിയേഴ്സ് ടു അഡ്രസ് ദോസ് ഹസാർഡ്സ്. ആ ഒരു ഹസാർഡ്സിനെ ഇന്ന പോലെ സംഭവിക്കുകയാണെങ്കിൽ, ഇന്ന കെമിക്കലിന് സ്പില്ലേജ് ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന രീതിയിൽ അതിനെ മാനേജ് ചെയ്യണം എന്നൊരു റെക്കോർഡ് കാണണം. അത് അതിൽ ഡീൽ ചെയ്യുന്ന എല്ലാവരും അത് അറിഞ്ഞിരിക്കുകയും വേണം. മേക്ക് ഷുവർ ദറ്റ് യു ഹാവ് ദി എക്വിപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് നെസസറി ടു ഫോളോ ദോസ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ നമുക്ക് അതിനെ അത് റിട്ടേൺ ആയിട്ട് മാത്രം പോരാ, അതിനെ ഡീൽ ചെയ്യാനുള്ള പ്രോപ്പർ എക്വിപ്മെൻറ്റ്സ് അത് സെറ്റാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. എവറി ലബോറട്ടറി ഷുഡ് ഡെവലപ്പ് റിട്ടേൺ സ്പിൽ റെസ്പോൺസ് പ്രൊസീജിയേഴ്സ്. ദ സ്പിൽ റെസ്പോൺസ് പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. എന്നിട്ട് നിങ്ങൾക്കൊരു ഏകദേശം ഒരു 5 പോയിന്റ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സ്പില്ലേജ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, a listing of appropriate protective clothing, safety equipment and cleanup materials required for spill cleanup. അതായത് അവിടെ വെക്കേണ്ടതായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ക്ലോതിങ് കാണും, അതുപോലെ തന്നെ സേഫ്റ്റി എക്വിപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ക്ലീനപ്പ് മെറ്റീരിയൽസ് ഫോർ സ്പിൽ ക്ലീനപ്പിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കാണും. ആൻഡ് ആൻ എക്സ്പ്ലനേഷൻ ഓഫ് അതിൻ്റെ പ്രോപ്പർ യൂസിനെ പറ്റിയിട്ടും ആ ഒരു പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. രണ്ടാമത്, അപ്രോപ്രിയേറ്റ് ഇവാക്വേഷൻ സോൺസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് ഒരു ഡിസാസ്റ്റർ അവിടെ അല്ലെ സ്പില്ലേജ് നടന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ നിൽക്കുന്ന ആളുകളെ ഇവാക്വേറ്റ് ചെയ്യണം, ആ ഒരു സേഫർ പ്ലേസിലേക്ക് മൂവ് ചെയ്യേണ്ട ആ ഒരു സാഹചര്യം. അപ്പോൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്. അതുപോലെ അവൈലബിലിറ്റി ഓഫ് ഫയർ സപ്രഷൻ എക്വിപ്മെൻറ്റ്. ഫയർ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു സപ്രഷൻ എക്വിപ്മെൻറ്റ് അത് അവിടെ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി നമ്മൾ കൺഫേം ചെയ്യണം. അതുപോലെ ഡിസ്പോസൽ കണ്ടെയ്നേഴ്സ് ഫോർ സ്പിൽ ക്ലീനപ്പ് മെറ്റീരിയൽസ്. ആ സ്പിൽ ക്ലീനപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ക്ലീനപ്പ് ചെയ്ത ആ എക്വിപ്മെൻറ്റ്സിനെ പ്രോപ്പറായിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യണം. അതായത് ഇപ്പം നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നുണ്ടല്ലേ. ആ മാസ്ക് ഇന്ന് നമ്മളുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മാസ്കിനെ പ്രോപ്പറായിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് അറിയില്ല. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അത് അവിടെയും ഇവിടെയും വെക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ അത് തീർച്ചയായിട്ടും കൂടുതൽ ഡേഞ്ചറസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ സ്പെഷ്യലി ഒരു കെമിക്കൽ ലാബിൽ നമ്മൾ അങ്ങനെ ഒരു ഉള്ള ക്ലീനപ്പ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. അതാണ് ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് മൈറ്റ് ബി റിക്വയർഡ്. ഇപ്പോൾ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് അതിനെ പറ്റിയിട്ടൊരു പ്രോപ്പറായിട്ട് എഴുതിയിരിക്കണം. These procedures have to be communicated to all individuals who use chemicals or who might assist during spill cleanup. അപ്പോൾ അത്
ഒരു അത് അവിടെ ഉള്ള എല്ലാ ഇൻഡിവിജ്വൽസിലേക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്. A periodical review and update of these procedures to ensure that all laboratory workers are familiar with the current information is also required. അതായത് എല്ലാവരും അതിനെ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. അത് എഴുതി വെച്ച് അതിനെ ചെയ്തു വെച്ചാൽ മാത്രം പോരാ, അതിനെ എല്ലാവരിലേക്കും അതിനെ കൊണ്ടുവരികയും വേണം. അതിന് പ്രോപ്പർ അപ്ഡേഷൻ കാണണം. മറ്റ് കെമിക്കൽസ് ലബോറട്ടറീസ് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ഡീൽ ചെയ്യാനുള്ള സാഹചര്യം എന്താണ്, അതും നമ്മളൊരു അപ്ഡേഷനിലൂടെ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഫൈനലി റെഗുലർലി ഇൻസ്പെക്ട് ഓൾ മെറ്റീരിയൽസ് ആൻഡ് എക്വിപ്മെൻറ്റ് ടു എൻഷുർ ദാറ്റ് ഫങ്ഷൻ പ്രോപ്പർലി വെൻ നീഡ്. നമ്മൾ ഒരു എക്വിപ്മെൻറ്റ് എടുക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ ഫങ്ഷനിങ് ഉണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി നമ്മളൊന്ന് അവെയർ ആയിരിക്കണം. അത് അത്രയുമാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സിമ്പിൾ സ്പിൽസ് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കതിനെ ക്ലീനപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഡോക്ടർ പ്രകാശൻ അടുത്തായിട്ട് പറയുന്നത്. ബിഫോർ ക്ലീനിങ് അപ്പ്, ബി ഷുവർ ദാറ്റ് യു ക്യാൻ ഡു സോ സേഫ്ലി. You must have the right personal protective equipment, including at minimum appropriate eye protection, protective gloves, lab coat. നമുക്ക് പേഴ്സണലി നമുക്കൊരു നമ്മുടെ കണ്ണുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എക്വിപ്മെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഗ്ലൗസസ് വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണം. The following steps should be taken during spill cleanup. Spill cleanupൽ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സാണ് അടുത്തതായിട്ട് എടുക്കാൻ സാധിക്കുന്നത്? Prevent the spread of dust and vapors. അതായത് പൊടിയും പുകയും ഒക്കെ ഉണ്ടാവാൻ സാഹചര്യം കാണും. അതിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുക, അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. ന്യൂട്രലൈസ് ആസിഡ്സ് ആൻഡ് ബേസസ്. ന്യൂട്രലൈസ് എന്ന് വെച്ചാൽ ടു പ്രിവെൻറ്റ് ദി ഇഫക്റ്റ്. ആസിഡ്സ് കാണും, ബേസസ് കാണും. അതിൻ്റെ ഇഫക്റ്റിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മെഷേഴ്സ് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അബ്സോർബ് ദി ലിക്വിഡ്. അവിടെ സ്പിൽ ചെയ്ത ലിക്വിഡിനെ നമ്മൾ എന്തെങ്കിലും മെഷർ ഉപയോഗിച്ച് അതിനെ അബ്സോർബ് ചെയ്യുക. കൺട്രോൾ ദി സ്പ്രെഡ് ഓഫ് ദി ലിക്വിഡ്. ആ ലിക്വിഡ് പിന്നെ സ്പ്രെഡ് ചെയ്ത് പോവാതിരിക്കാനായിട്ട് എന്തെങ്കിലും പ്രോപ്പർ മെഷേഴ്സ് സ്വീകരിക്കുക. ഡിസ്പോസ് ഓഫ് ദ വേസ്റ്റ്. അതായത് ആ വേസ്റ്റ് എന്തെങ്കിലും നമ്മൾ ക്ലീനപ്പ് വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. ഡീകണ്ടാമിനേറ്റ് ദി ഏരിയ ആൻഡ് അഫക്റ്റഡ് എക്വിപ്മെൻറ്റ്. നമ്മൾ ഉപയോഗിച്ച എക്വിപ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ആ സ്ഥലവും ഡീകണ്ടാമിനേറ്റ് ചെയ്യുക, കണ്ടാമിനേഷൻ ഫ്രീ ആക്കുക. ഡോക്യുമെൻറ്റ് ദ പ്രൊസീജിയർ ഫോർ ഫ്യൂച്ചർ യൂസ്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്തു, ആ ഒരു സാഹചര്യം ഉണ്ടായി എങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റ് ചെയ്യുക. ഇത്രയാണ് നമുക്ക് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ ആ ഒരു ഇത്രയും ഒരു കാര്യങ്ങൾ ലബോറട്ടറി സേഫ്റ്റി മാനുവലിൽ ഡോക്ടർ ആർ പ്രകാശ് ചന്ദ്രൻ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാപ്റ്ററിൽ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള നമ്മളുടെ ഡെയിലി ലൈഫിൽ വേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വി ഷുഡ് ലേൺ അബൌട്ട് ഇറ്റ് ആൻഡ് വി ഷുഡ് ടേക്ക് ഇറ്റ് ടു അവർ മൈൻഡ്. നെക്സ്റ്റ്, ബോംബ് ത്രെറ്റ്സ്. ബോംബ് ഇസ് എ കണ്ടെയ്നർ ഫിൽഡ് വിത്ത് എക്സ്പ്ലോസീവ്സ്. ഒരു ബോംബ് എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ്പ്ലോസീവ്സ് വെച്ച് ഫിൽഡ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറാണ്. ഇൻഫ്ലെയിമബിൾ മെറ്റീരിയൽ designed to explode on impact or when detonated by timing. Detonate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cause to explode. അതായത് അത് എക്സ്പ്ലോഡ് ചെയ്യാനുണ്ടാകുന്ന സാഹചര്യം. അത് ചിലപ്പോൾ ടൈമർ വെച്ചിട്ട് അത് എക്സ്പ്ലോഡ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ നിയർനെസ്. അതായത് നമ്മൾ ഒന്നിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അത് എക്സ്പ്ലോഡ് ചെയ്യുന്ന ഒരു സാഹചര്യം, അത് വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാഹചര്യം. പിന്നെ റിമോട്ട് കൺട്രോൾ ആവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബോംബ് ത്രെറ്റ്സ് ആർ കോമൺലി റിസീവ് വയ ഫോൺ ബട്ട് ആർ ഓൾസോ മെയ്ഡ് ഇൻ പേഴ്സൺ വയ ഇമെയിൽ, റിട്ടൺ നോട്ട് ഓർ അതർ മീൻസ്. അപ്പോൾ അത് പല രീതിയിൽ ബോംബ് ത്രെറ്റ്സ് ഉണ്ടാവാൻ സാഹചര്യമുണ്ട്. ഇനി നിങ്ങളുടെ അടുക്ക പറയുന്നത് വാട്ട് ഡു യു ഡു ഇഫ് യു ഗെറ്റ് എ ബോംബ് ത്രെറ്റ് വയ ഫോൺ. നമുക്കൊരു ടെലിഫോണിലൂടെ ഒരു ബോംബ് ത്രെറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ റിയൽ ലൈഫിൽ വേണ്ട കുറേ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അത് മനുഷ്യരുണ്ടാക്കുന്ന ഡിസാസ്റ്റേഴ്സാണ്. അപ്പോൾ അത് ആ ബോംബ് ത്രെട്ട് എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മളുടെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, നമുക്ക് ഫോണിലൂടെ അങ്ങനെ ഒരു ബോംബ് ത്രെട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. റിമെയിനിങ് കാം ഇസ് ഇമ്പോർട്ടൻറ്റ്. ആദ്യമായിട്ട് തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ടെൻസ്ഡ് ആവാൻ പാടില്ല. യു ഷുഡ് റിമെയിൻ കാം. നമ്മൾ സമാധാനമായിട്ട്
തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളിലൊരു ഒരു ചെറുതായിട്ടൊരു ടെൻഷൻ എല്ലാവരുടെ ഉള്ളിൽ കാണും, എത്ര കാമായിട്ട് റിമെയിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ. പക്ഷെ പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്യേണ്ട സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കാമായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. If threat is via phone, don't show panic. Keep cool and talk in a normal manner. നമുക്ക് നോർമലായിട്ട് തന്നെ സംസാരിക്കാം. Try to prolong the call as much as you can. നമുക്ക് മാക്സിമം ആ കോൾ പ്രൊലോങ് ചെയ്യാന്ന് വെച്ചാൽ നീട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുക. കാരണം ആ കോളിലൂടെ ആൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു തുമ്പ് കിട്ടാൻ സാധിക്കുമോ എന്നത് ആ കോൾ പ്രൊലോങ് ചെയ്താലേ സാധിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിന് ശേഷം എന്ത് ചെയ്യണം, ഇസ് ടു അലേർട്ട് ദ നിയർ ബൈ പേഴ്സൺ ടു ഇൻഫോം ദ പോലീസ്. നമ്മുടെ അടുത്ത ആളുണ്ടെങ്കിൽ അവരോട് അതിനെ പറ്റിയിട്ട് നമ്മൾ പേപ്പറിൽ മെസ്സേജിൽ എഴുതിയിട്ട് കൺവേ ചെയ്യണം. അടുത്ത ആളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിവരം അയാളിലേക്ക് കൺവേ ചെയ്യണം. അത് നമ്മൾ പോസിബിളായിട്ടുള്ള അല്ലെങ്കിൽ എത്രയും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ആയിട്ട് അയാളെ നമുക്കൊന്നും പെട്ടെന്ന് പറയാൻ സാധിക്കില്ല അല്ലേ. അപ്പം റിട്ടേൺ ആയിട്ട് എഴുതി അയാളെ അറിയിക്കുന്ന ഒരു സാഹചര്യമാണ്. യൂഷ്വലി the bomb threats are made to land phone numbers and you can use your mobile phone to inform authorities or police. ഇപ്പോൾ നമ്മൾ ലാൻഡ് ഫോണിലാണ് കോൾ വരുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് അത് അതോറിറ്റീസിനെ അറിയിക്കാനായിട്ട് സാധിക്കും. ബട്ട് വൈൽ ഡൂയിങ് സോ മേക്ക് ഷുവർ യു വോണ്ട് അലൗ ദി അതർ പേഴ്സൺ ടു ഹിയർ ഓർ ഗെസ് വാട്ട് യു ആർ ഡൂയിങ്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മളൊരിക്കലും ഫോണിൽ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് ആ ആൾ ഇതിനെപ്പറ്റി അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത്, നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ബി പൊളൈറ്റ്, നമ്മൾ സമാധാനമായിട്ട് അതുപോലെ തന്നെ ഒരു പൊളൈറ്റ് മാനറിൽ തന്നെ കോളറിനോട് സംസാരിക്കുക. ആൻഡ് ഷോ ഇൻട്രസ്റ്റ് ഇൻ വാട്ട് ദ പേഴ്സൺ ഇസ് ട്രൈങ് ടു സേ. അവർ പറയുന്ന കാര്യത്തിൽ നമ്മൾ ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒന്നും പ്രതികരിക്കരുത്. അവർ പറയുന്നത് സമാധാനമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് ആദ്യം തന്നെ കേൾക്കുക, എന്നിട്ട് അതിനോട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. നോട്ട് ഡൗൺ ആസ് മച്ച് ഇൻഫർമേഷൻ ആസ് പോസിബിൾ. എന്തെങ്കിലും കോളർ പറയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു പെന്നോ പേപ്പറോ എടുത്തിട്ട് നോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഒന്നുകിൽ അതിനെ മെമ്മറിയിൽ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ അതിനെ എഴുതി വെക്കുന്ന ഒരു സാഹചര്യം വേണം. ഗിവ് അറ്റൻഷൻ ടു ദ ഫോളോയിങ്, ദാറ്റ് ഈസ് ആക്സെൻറ്റ്, കഫിങ് ഓർ സ്നീസിങ്. അതായത് ആ ആൾ പെട്ടെന്ന് അയാളുടെ ആ ഒരു എന്തെങ്കിലും ഒരു കഫിങ്ങോ അല്ലെങ്കിൽ അയാൾ പറയുന്ന ആക്സെൻറ്റോ അത് നമുക്കൊരു ഒന്ന് ഓർത്ത് വെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ഡീപ്പ് ബ്രീത്തിങ്, നേസൽ വോയിസ്, ഇറിറ്റേറ്റഡ് ഓർ ആംഗ്രി, മഫിൾഡ് എന്ന് പറഞ്ഞാൽ റാപ്ഡ് അല്ലെങ്കിൽ അയാൾ കവേർഡ് ആയിട്ടാണോ സംസാരിക്കുന്നത് എന്ന് നമ്മൾ അവെയർ ആയിരിക്കണം. ഓർ ഡിസ്ഗൈസ്ഡ് വോയിസ് മാറ്റി സംസാരിക്കുകയാണോ. ആൻഡ് ലിസൺ ടു സീ ഇഫ് ദർ ആർ എനി ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ലൈക്ക് ചർച്ച് ബെൽ, കോൾ ഫോർ പ്രെയർ, അനൗൺസ്മെൻറ്റ്, വെഹിക്കിൾസ് എക്സെട്ര. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ, അത് നമ്മൾ വളരെ നേർത്തതായിട്ടായിരിക്കും കേൾക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിരുന്നാൽ മാത്രമേ അത് കേൾക്കാൻ സാധിക്കൂ. ഒരുപക്ഷെ ഫോൺ കോൾ പ്രൊലോങ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് നോട്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു ചർച്ച് ബെല്ലോ കോൾ ഫോർ പ്രെയറോ അനൗൺസ്മെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് നോട്ട് ചെയ്യണം. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ലിസൺ ടു ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് വൈൽ യു ആർ നോട്ടിങ്. സോ അതിനെ പ്രൊലോങ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് വേ അവരോട് നമുക്ക് പറയാം. ഐ എം സോറി, ഐ കുഡൻറ്റ് ഹിയർ യു. ഞാൻ കേട്ടില്ല, ഒന്നുകൂടി പറയാമോ എന്ന് ചോദിക്കാം. ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ്? While the caller repeats, you can listen to the background sounds. Next is, if possible, record the call. If it is ലാൻഡ് കോൾ ചെയ്യുന്നതെങ്കിൽ മൊബൈലിലെ മൈക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് റിസീവറിൻ്റെ ഇയർ പീസിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദീസ് വിൽ ഹെൽപ്പ് ദി പോലീസ് ടു ക്വിക്ക്ലി ട്രേസ് എ കോൾ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു കോളറിനെ പോലീസിന് പെട്ടെന്ന് തന്നെ ട്രേസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. The institution's evacuation procedure, the next step ആണ്. The next step is to evacuate. അതായത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബോംബ് ആക്രമണം അല്ലെങ്കിൽ ഒരു ബോംബ് ഭീഷണി ഉണ്ട് എങ്കിൽ നമ്മളവിടെ നിന്ന് ഇവാക്വേറ്റ് ചെയ്യണം, അവിടെ നിന്ന് സേഫ് സ്ഥലത്തേക്ക് മാറണം അല്ലേ. The institution's evacuation procedures should be followed. Don't go looking for the bomb yourself. And even if you happen to see it, don't try to touch it or diffuse it. നമ്മളത് ബോംബ് നോക്കി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. നമ്മളത് കാണുകയാണെങ്കിൽ തന്നെ ഓടിപ്പോയതിനെ തൊടുകയോ അതിനെ നമ്മൾ തന്നെ ഡിഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത്. അതിനെ കൺസേൺഡ് ആയിട്ടുള്ള പോലീസിനെയോ അതോറിറ്റീസിനെയോ അറിയിച്ചതിന് ശേഷം എന്തുവാണെന്ന് വെച്ചാൽ ചെയ്യുക. Leave it to the experts and help to evacuate the place instead. അതിന് പകരം
സമയത്തിൽ നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്യുക, അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക. അതിന് മുന്നേ തന്നെ അതോറിറ്റീസിനെ അറിയിക്കുക. Unlike natural disasters, man-made disasters are difficult to predict. However, with a little vigilance, the disaster can be avoided. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പോലെയല്ല മാൻ-മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണ് ഉണ്ടാവുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല. ഹൗവർ വിത്ത് എ ലിറ്റിൽ വിജിലൻസ്, നമ്മൾ കെയർഫുള്ളായിട്ട് വിജിലൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഡിസാസ്റ്ററിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് തന്നെ സാധിക്കും. Industries and labs should strictly follow the safety measures and be vigilant all the time. Students have an important role to play in creating awareness among people about the hazards of chemical spilling, oil spilling, etc. അപ്പം കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ കുട്ടികളായിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് അതിലൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിതിനെപ്പറ്റി ഒരു അവെയർ ആവുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു മെത്തേഡ് വഴി അത് മറ്റുള്ള ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും, അല്ലേ? ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ അതിൽ കൂടി ഓരോ കുട്ടികളുടെ മനസ്സിലേക്കും പതിയുന്ന, അല്ലെങ്കിൽ നിങ്ങളത് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പതിയുന്ന ഓരോ കുട്ടികളുടെയും ഒരു അബ്സോർബിങ് ലെവൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഐഡിയാസ് അത് പലതായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്കതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ അങ്ങനെ ഒരു ഡിസാസ്റ്ററിൽ മനഃപൂർവ്വം ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? നമ്മൾ അറിയാവുന്ന ആളുകൾ ഇങ്ങനൊരു ഡിസാസ്റ്റർ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് അതുവഴി സാധിക്കുമെന്നാണ് പറയുന്നത്. They should also make it a point to visit nearby industries and check the safety measures taken by them to prevent leakage and spillage. മറ്റൊരു കാര്യം ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് അടുത്ത് എന്തെങ്കിലും ഇൻഡസ്ട്രീസോ അതുപോലെ തന്നെ ഫാക്ടറീസോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അവിടെ പോയി വിസിറ്റ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ലീക്കേജോ സ്പില്ലിങ്ങോ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ഉള്ള ലോക്കൽ പീപ്പിൾ കാണും, അതിനോടടുത്ത് താമസിക്കുന്നവർ കാണും. അവർക്ക് പ്രോപ്പറായിട്ടുള്ള അവയർനെസ് ഒന്നും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ടാവില്ല കൂടുതൽ ആളുകൾക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുട്ടികളായിട്ടുള്ള നമുക്ക് അവിടെ വിസിറ്റ് ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് പോലെ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. അവർക്കൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രിയേറ്റീവ് ലെവലിലേക്ക് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ പറ്റി കൺസിഡർ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതിൻ്റെ എക്സസൈസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ഹിയർ ഈ ചാപ്റ്ററിന് ശേഷം നിങ്ങൾക്ക് കീ കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഓരോ ടേംസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ടേംസിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങളുടെ എക്സസൈസിൽ ഉണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചിട്ട് നമ്മളുടെ ഈ ഹോൾ ചാപ്റ്റർ ഒന്ന് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ താങ്ക് യു എവ്രി വൺ. താങ്ക് യു സ്റ്റുഡൻസ്.